Hi everyone, this is Ebin Shea from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിന്റെ എബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ തരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. iOS 17.2.1 എന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്, അതിൻ്റെ കൂടെ തന്നെ macOSഉം കുറച്ചധികം ഒഫീഷ്യൽ അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എയർപോർട്സ് 3rd ജനറേഷന് ഒരു പുതിയ ഫേംവെയർ അപ്ഡേഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ iOS 17.2.1ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും ആ വീഡിയോ കാണുക, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് 2023 റിലീസായ ആപ്പിൾ വാച്ച് സീരീസ് 9ഉം അതേപോലെ അൾട്രാ 2ഉം എന്ന് പറഞ്ഞ 2 എക്സ്ക്ലൂസീവ് ആപ്പിൾ വാച്ചുകൾ ആപ്പിൾ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാലും അതേപോലെ തന്നെ റീറ്റെയിൽ സ്റ്റോറിൽ നോക്കിയാലും ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നോക്കിയാലും നമ്മൾക്ക് ഈ 2 ഡിവൈസും ഇനി മുതൽ USA കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ ആപ്പിളിനെതിരെ ഒരു ലോ സൂട്ട് ഒരു കമ്പനി ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആപ്പിളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു സെൻസറിനെ പേര് ചൊല്ലിയാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആപ്പിളിന് ഈ ഒരു ഒരു ലോ സൂട്ട് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ആപ്പിൾ വാച്ചിൻ്റെ പുറകിൽ ആപ്പിൾ ഫേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് ആപ്പിളിന് മുമ്പിലുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണെന്നൊരു ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ആപ്പിൾ യൂസർ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു സിമ്പിളായിട്ട് ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലഡ് ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിൻ്റെ സെൻസറിൻ്റെ പേരും പറഞ്ഞാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. കുറച്ച് നാളായി ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ആപ്പിളിൻ്റെ അടുത്ത പുതിയ എറയായ വിഷൻ പ്രോ നമ്മുടെ 2024 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും അല്ലെങ്കിൽ റിലീസ് ചെയ്യും എന്നാണ് മാർഗറമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ ആപ്പിളിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നുണ്ടാവും. ആ ഒരു ഇവൻറ്റിലൂടെ നമ്മുടെ ഈ പറയുന്ന വിഷൻ പ്രോ എന്ന ഡിവൈസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ നമ്മുടെ അടുത്ത ജനറേഷൻ കാർ പ്ലേയും ഈ പറഞ്ഞ 2024 നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇത്രയും നാളായിട്ട് ഏകദേശം ഒരു 1.5-2 കൊല്ലം അവരുണ്ടാവും നമ്മുടെ ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ ആപ്പിൾ കാർ പ്ലേ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ഇത്ര നാളായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പക്ഷേ ആപ്പിൾ ഈ പറഞ്ഞ കാർ പ്ലേ ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് പോർഷയിലും അതേപോലെ ആസ്റ്റോൺ മാർട്ടിനിലുമാണ്. ഈ 2 കാറിൽ ആദ്യം വന്നിട്ടായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന ബാക്കി കാറുകൾക്ക് നമ്മുടെ ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയാൽ ഏതൊക്കെ കമ്പനിയുടെ കാറുകൾക്ക് ഈ പറഞ്ഞ കാർ പ്ലേ നമുക്ക് ലഭിക്കുന്നത് കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചധികം പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം റിലീസാകാൻ പോകുന്ന അതായത് 2024 റിലീസാകുന്ന ആപ്പിൾ വാച്ച് എന്തൊക്കെ കൊണ്ടുവരും, അതേപോലെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ കുറേ പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ വാച്ചിന് 2024 വരാൻ പോകുന്ന സീരീസ് 10ൽ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവലും അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും സ്ലീപ്പ് ആപ്നിയ എന്നീ പറഞ്ഞ കുറച്ചധികം ഹെൽത്ത് ഫീച്ചേഴ്സ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സെൻസേഴ്സ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആപ്പിൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഈ പറഞ്ഞ സെൻസേഴ്സും ബാക്കി കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ 10th സീരീസിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന 44mm 45mmൻ്റെയും ആ ഒരു ബാൻഡ് നമുക്ക് സപ്പോർട്ടാവില്ല. കാരണം 2 പറയുന്നത്. ഒന്ന്, ആപ്പിളിൻ്റെ പുതിയ സീരീസിൽ കുറച്ചധികം വലിയ സ്ക്രീനുകളും അതേപോലെ വലിയ വാച്ച് ബാൻഡുമായിരിക്കും വരാൻ പോകുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഇത്രയും നാൾ കൊണ്ടുവന്ന ആ ഒരു ബാൻഡിൻ്റെ മെക്കാനിസം ആയിരിക്കില്ല
സീരീസ് 10 കൊണ്ടുവരുന്നത്. ഒരു റീഡിസൈനിങ് ഈ പറഞ്ഞ വാച്ചിൻ്റെ ബാൻഡിൻ്റെ ആ ഒരു സ്ലോട്ടിന് വരെയും കൊണ്ടുവരും. അങ്ങനെ ആയതുകൊണ്ടും നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന വാച്ച് ബാൻഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആക്സസിബിലിറ്റിക്ക് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക പേജ് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആപ്പിളിൻ്റെ പല പ്രൊഡക്ട്സിലും, പലതല്ല എല്ലാ പ്രൊഡക്ട്സിലും ആപ്പിൾ ഈ ഡിഫറെൻ്റ്ലി എനേബിൾഡ് ആയ ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ വാച്ചിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും മാക്ബുക്ക് ആയിക്കോട്ടെ എല്ലാ ആപ്പിൾ പ്രോഡക്ട്സിലും നമുക്ക് ഈ പറയുന്ന യൂട്ടിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ആപ്പിളിന് പ്രത്യേക പേജ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പേജിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പോലെ കുറേയധികം ഇൻഫർമേഷൻസ് ആപ്പിളിൻ്റെ ഈ പറയുന്ന ഡിസേബിലിറ്റീസും അതേപോലെ തന്നെ ഈ പറയുന്ന ആക്സസിബിലിറ്റീസിനും വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പേജിൽ ആപ്പിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വീഡിയോയുടെ പബ്ലിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറിലേക്ക് പോവാം. ഇന്നത്തെ പബ്ലിക് റിയാക്ഷൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എത്ര പേർക്ക് എയർ പ്ലേ പ്രിൻറ്റേഴ്സ് അറിയാം? അതായത് നമ്മുടെ ആപ്പിൾ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രിൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ എയർ പ്ലേ അതേപോലെ തന്നെ എയർ പ്ലേ ഷെയറിങ് എന്നിങ്ങനെ പറയുന്ന പോലെ നമുക്ക് എയർ പ്ലേ ചെയ്തുകൊണ്ട് പ്രിൻറ്റേഴ്സും അവൈലബിൾ ആണ്. നമ്മുടെ HPD അങ്ങനെ ഏതോ പ്രിൻറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അത് എത്ര പേർക്ക് അറിയാമെന്ന് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഇതേപോലെ ആപ്പിളിലെ കുറേയധികം പുതിയ അല്ലെങ്കിൽ യുണീക്കായ ആൾക്കാർക്ക് അറിയാത്ത കുറേയധികം എയർ പ്ലേ അല്ലെങ്കിൽ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പുതിയ കൂട്ടുകാർക്കും അങ്ങനെ ഓരോ പുതിയ ഇൻഫർമേഷൻസും ഓരോ ചെറിയ കാര്യത്തിനും മനസ്സിലാക്കാൻ പറ്റട്ടെ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമേ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിനും ഒരു നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം ഞാനും എൻ്റെ എവിക്ക ടീമും നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ഹാപ്പി മെറി ക്രിസ്മസ് വിഷ് ചെയ്യാണ്. ഈ ഒരു ക്രിസ്മസ് മുതൽ നിങ്ങൾക്ക് കുറേയധികം ഗിഫ്റ്റ് കിട്ടട്ടെ, അതേപോലെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ ഈ കരോളിന് പോവുകയും അതേപോലെ ക്രിപ്സെറ്റ് ഒരുക്കുകയും സ്റ്റാർ ഗെയിം അങ്ങനെ കുറേയധികം ആഘോഷങ്ങളുണ്ടായ ഒരു സമയമായിരുന്നു ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാരെല്ലാവരും ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സമയങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് എപ്പോഴും ഒന്നൊന്നും ബ്രഷപ്പ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു സന്തോഷമുള്ള ദിവസത്തിൽ എല്ലാവർക്കും നല്ലൊരു വിഷസ് തന്നെ പിന്നെ നേരുകയാണ്. സോ ദിസ് യു ഹാവ് ബീൻ സേവിയർ ഫ്രം എവിക്ക.